ആലോചിക്കുന്നത്? വെറുതെ വെറുതെ അതോ ഇതോ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. എല്ലാവരും മരിക്കും എന്നെങ്കിലും. Let's talk about something else, okay? Like what? Like ഇന്ന് അസംബ്ലി റൂംസിൽ നല്ലൊരു പടമുണ്ട്. വേണ്ട, ഒരു മൂഡില്ല. പ്രദീപ്, എന്താ? എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, പറയട്ടെ? സാധിച്ചു തരാമോ? പിന്നെന്താ, പറയൂ. 3 ആഗ്രഹങ്ങൾ. That's all. ആദ്യത്തെ പറയട്ടെ? എനിക്ക് ഉടനെ ക്രിസ്മസ് ആഘോഷിക്കണം. ഞാൻ സാന്റാക്ലോസ് ആണോ? രസമായിരിക്കും. പക്ഷേ ക്രിസ്മസിന് ഇനി മാസങ്ങളുണ്ടല്ലോ. നോ പ്രോബ്ലം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഇന്ന് വൈകുന്നേരം നമ്മൾ ക്രിസ്മസ് ഈവ് ആഘോഷിക്കുന്നു. നാളെ ക്രിസ്മസ്. ഓക്കെ? ലാ 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 ലാ. There's a choir outside of my house singing Silent Night. For any little thing that's gone wrong, Christmas makes it right. The children are singing Christmas carols and everybody's holding hands. We've got that Christmassy feeling again. Singing joy to the world, and here comes Santa Claus. Mama's baking turkey and Daddy's making popcorn balls, and sisters hanging mistletoe. There's goodwill to all men. We've got that Christmassy feeling again. There's happiness in my heart with Christmas on its way. With the family all back together again. Oh, what a happy day. I hope it snows and the north wind blows. My boy wants a little toy train. We've got that Christmassy feeling again. കഴുതക്കുട്ടി തന്നതിന് നന്ദി. ഇറ്റ്സ് സോ ക്യൂട്ട്. അതിനെ കാണുമ്പോ പ്രദീപിന് ഓർമ്മ വരും. Oh, thank you. I know you have good taste. By the way, where's my gift? Oh my God. Thanks. എനിക്ക് തന്ന ഗിഫ്റ്റ് ഇല്ലേ, അത്ര കോസ്റ്റ്ലി ഒന്നല്ലെങ്കിലും ഇതും ഒരു ഗിഫ്റ്റാണ്. ആ, എന്റെ രണ്ടാമത്തെ ആഗ്രഹം. പറയൂ. അതിന് 2 പാർട്ടുണ്ട്, എ ആൻഡ് ബി. എ, ഒരു പെൺകുട്ടിക്ക് ആഗ്രഹിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ്സ് വേണം. ബി, അത് ഞാൻ പിന്നെ പറയാം. ഒരു പെണ്ണിനെപ്പോഴും പെണ്ണിനെ പോലെയല്ലേ ആഗ്രഹിക്കാൻ പറ്റൂ. ശരി, സൂര്യൻ അസ്തമിക്കും മുമ്പ്
ഞാൻ അതും സാധിച്ചു തരാം. ആ? ഉം. ആട്ടെ, എവിടുന്നാ ഇതൊക്കെ കട്ടോണ്ട് വന്നത്? നോ, ഇതൊന്നുമല്ല. പെൺകുട്ടികളുടെ ഫേവറേറ്റ് ഡ്രസ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ പറയാം. കല്യാണ വേഷമാണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം. മനസ്സിലായോ? പക്ഷേ ഡെയ്സിക്ക് എന്തിനാ ഇപ്പൊ ബ്രൈഡൽ ഡ്രസ്? എനിക്ക് പ്രദീപ് മേനനെ കല്യാണം കഴിക്കാൻ. ബട്ട് ദാറ്റ്സ് ഇല്ലീഗൽ. അതിന് പ്രായപൂർത്തിയാവണ്ടേ? പ്രേമത്തിന് എന്ത് നിയമ? Who will marry us? That's easy. The Baptist. കുട്ടികളെ, ഞാൻ ജോൺ കുരുവിള, നിങ്ങളുടെ സുഹൃത്തും ന്യായാധിപനും പുരോഹിതനുമാകുന്നു. നിങ്ങൾക്കെല്ലാം സമ്മതമാണോ? അതെ. കുറ്റം സമ്മതിക്കുന്നു. ഉവ്വ്. ഉവ്വ്. പ്രദീപ് മേനൻ ഡെയ്സി തോമസ് എന്ന ഈ പാവം പെൺകുട്ടിയെ തൻ്റെ സുഹൃത്തും കാമുകയും ഭാര്യയും ഉപദേഷ്ടാവുമായി സ്വീകരിക്കാൻ തയ്യാറാണോ? ഇൻ ഷോർട്ട്, ഡു യു അക്സെപ്റ്റ് her as your boss? I do. ജീവിതകാലം മുഴുവൻ ഇവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഇവളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാനും താൻ തയ്യാറാണോ? ഡു യു അഗ്രി ടു ഡു ദാറ്റ്? I do. ഇവളെന്ത് പറഞ്ഞാലും താൻ കേൾക്കും അല്ലേ? ഉവ്വ്. ശരി. ഡെയ്സി തോമസ്, പമ്പരവിഡ്ഢിയും പരമബോർണുമായ ഈ പ്രദീപ് മേനനെ കാമുകനും ഭർത്താവും സുഹൃത്തുമായി സ്വീകരിക്കാൻ തയ്യാറാണോ? അതെ. ഇവൻ നായരാ. അറിയാം. I see. നിങ്ങളെല്ലാം സാക്ഷികളാണല്ലോ. അതെ. Then God help you. I hereby proclaim you, Pradeep Menon, and you, Daisy Thomas, as man and wife. ഹായ് ഡേസി തോമസ്. എങ്ങനെയിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം? ഫാന്റാസ്റ്റിക്. താങ്ക്സ്. പിന്നെ ഇറ്റ്സ് ജെയ്സി മേനൻ. ഓക്കെ. ഓ സോറി. ആ പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഇടയിലുള്ള സംബന്ധമല്ല ഇത് കേട്ടോ. 4 ആളുടെ മുമ്പിൽ വെച്ച് ചിലതൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഐ ഡു ഐ ഡു ഐ ഡു എന്ന് 3 തവണ പറഞ്ഞത് ഓർമ്മയില്ലേ? അതിനിപ്പോ എന്തു പറ്റി? ഐ സ്റ്റിൽ ഡു സ്റ്റിൽ ഡു സ്റ്റിൽ ഡു. പ്രദീപ്. എന്താ? ഒന്നുമില്ല. ഞാൻ നാളെ പോവും. പോയിട്ട് എന്ന് വരും? ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് വരാം. ആ പിന്നെ 3ാമത്തെ ആഗ്രഹം പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറയാം. അതെന്താ പിന്നെ? അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ചിലപ്പോ അത് സാധിച്ചു തരാൻ പ്രദീപിന് കഴിഞ്ഞില്ലെന്ന് വരും. ഐ സി. ഡേസിക്ക് അറിയാമോ, ലോകത്തിൽ ഇന്നുവരെ ജീവിച്ചിട്ടുള്ള 2 ചരിത്ര പുരുഷന്മാരുടെ നിഘണ്ടുക്കളിൽ അസാധ്യം എന്നൊരു വാക്കില്ല. ഒന്ന് നെപ്പോളിയൻ,
രണ്ട് പ്രദീപ് മേനൻ അല്ലേ? പിന്നെ ഞാൻ വരുന്നവരെ കഴുതക്കുട്ടി ഞാനില്ലേ? ഞാൻ പോട്ടെ. കാണാം റീത്തെ. ബൈ. തോമസ്, ഇതിൽ ബോംബൊന്നുമില്ലല്ലോ. ജോൺ, ഗോ സേഫ്. ബൈ. ഞാൻ വരട്ടെ. സ്വാമിജി. God bless you. You'll be all right. താങ്ക് യു.